ദിയയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആംറസിനെ കുറിച്ച് നാട്ടുകാർക്ക് മുഴുവനും അറിയാമായിരുന്നു. ദിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവുമായിട്ട് മനോജ് വീട്ടുകാരെ കൂട്ടി അവിടെ പോയപ്പോ ദിയ അന്നും കഴിക്കാൻ ആംറസ് കൊടുത്തിട്ടാണ് അവരുടെ മനസ്സ് കവർന്നത്. വിവാഹത്തിന് ശേഷം ദിയയും മനോജും അവരുടെ വലിയ കുടുംബത്തിലായിരുന്നു താമസം. അവിടെ മനോജിന്റെ അമ്മയും അച്ഛനും ഉണ്ട്. മനോജിന്റെ 3 സഹോദരന്മാരും അവരുടെ ഭാര്യയും കുട്ടികളും എല്ലാവരും ചേർന്ന് കുടുംബത്തിലെ 16 പേര്. ഒരു ദിവസം അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പം ദിയയുടെ 3 ചേച്ചിമാര് വന്ന് അവളോട് പറഞ്ഞു, അതെ അനിയത്തിയെ, ഇത്രയും നാളും ഞാനും ചമ്പയുമാണ് വീട് മുഴുവനും നോക്കി നടത്തിയത്. ഇനി നീ വേണം അതെല്ലാം ചെയ്യാൻ. ശരി ചേച്ചി, ഞാൻ എന്റെ പണിയെല്ലാം നന്നായിട്ട് നോക്കിക്കോളാം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചെയ്തു കാണിക്കണം. ഇന്നലെ രാത്രിയിലത്തെ പാത്രം ഒന്നും നീ കഴിക്കത്തില്ലല്ലോ, പിന്നെന്താ ജോലിയെല്ലാം നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്? അത് ഞാൻ രാത്രിയിലത്തെ പാത്രം എല്ലാം കഴുകി വെച്ചായിരുന്നല്ലോ. ഇതെല്ലാം ഇന്ന് രാവിലെ നിങ്ങൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളല്ലേ? അങ്ങനെയാണോ? അപ്പൊ തെറ്റ് ചെയ്ത് ഞങ്ങളാണെന്നാണോ പറയുന്നേ? ചമ്പയും ഞാനും ഒരിക്കലും പാത്രം ഇങ്ങനെ ഇട്ടേച്ച് പോകാറില്ല. നീ വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തുവൊന്നും വേണ്ട. അപ്പോഴാണ് ദിയയുടെ അമ്മായിയമ്മ അടുക്കളയിൽ വരുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഈ പാവത്തിന് എന്തിനാണ് വഴക്ക് പറയുന്നേ? ആരാണ് പാവം? അവള് പണി ചെയ്യാതിരിക്കാനുള്ള വഴി നോക്കുക. പിന്നെ നിങ്ങൾ എന്തിനാ അവളുടെ സൈഡ് പിടിക്കാൻ പോകുന്നേ? അമ്മേ, നിങ്ങൾക്ക് പ്രായമുണ്ടെന്ന് ഓർത്തോണ്ടാണേ, ഇല്ലെങ്കിൽ ഈ പണിയെല്ലാം ഞങ്ങള് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചേനെ. ഇത്രയും പറഞ്ഞ് നൂത്തനും ചമ്പയും അടുക്കളയിൽ നിന്ന് പുറത്തുപോയി. വിഷമിച്ച അമ്മായിയമ്മ അടുക്കളയുടെ ഒരു കോണിൽ ചെന്നിരുന്നു. അവരുടെ വിഷമം കണ്ടപ്പം ദിയ അവരോട് പറഞ്ഞു, അമ്മേ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. മാത്രല്ല, ഞാൻ ഇപ്പൊ തന്നെ കഴുകി വെക്കാം. ആ സമയം കൊണ്ട് നല്ല തണുപ്പുള്ള മാങ്ങാ ജ്യൂസ് ഒന്ന് കുടിച്ചേ. ഇതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അമ്മായിയമ്മ മാങ്ങാ ജ്യൂസ് കണ്ടപ്പം സന്തോഷിച്ചു. എന്നിട്ട് താമസമില്ലാതെ മാങ്ങാ ജ്യൂസ് എല്ലാം കുടിച്ചു തീർത്തു. എന്റെ ഒരു ഭാഗ്യമേ, മരുമകളായിട്ട് കേറി വന്നിരിക്കുന്ന 2 യക്ഷികളാണ് ദിയമോളെ. എന്റെ 2 മക്കളെയും അവര് കുരുക്കിലാക്കിയിട്ടുണ്ട്. ഈ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോക്ഷം കിട്ടണേന്നാ പ്രാർത്ഥിക്കുന്നത്. ഇത് കേട്ടപ്പം മുഖത്തൊരു പുഞ്ചിരിയോടെ ദിയ അവളുടെ 2 ചേച്ചിമാർക്കും ആംറസ് ഉണ്ടാക്കാൻ തുടങ്ങി. മോളെ, നീ ഇപ്പൊ തന്നെ ആംറസ് ഉണ്ടാക്കിയതല്ലേ, പിന്നെ വീണ്ടും ഉണ്ടാക്കുവാണോ? ഇത് ആർക്കാ? ഇത് സ്പെഷ്യൽ ആംറസ് ആണമ്മേ. നൂത്തനും ചമ്പയും ചേച്ചിക്ക് വേണ്ടി. അവരുടെ പിറുപിറുക്കിൽ നിന്നും ഇന്ന് മോചനം കിട്ടിയെന്ന് വിചാരിച്ച മതിയമ്മേ. കുറച്ചു നേരം കഴിഞ്ഞ് ദിയ അവളുടെ ചേച്ചിമാർക്ക് ആംറസ് കൊടുക്കാൻ പോയി. എന്ത് പറ്റി? പണിയെല്ലാം വിട്ടിട്ട് എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ചേച്ചി, നിങ്ങൾ 2 പേർക്കും വേണ്ടി ആംറസ് കൊണ്ടുവന്നതാ. അത് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്കും തരാമെന്ന് വിചാരിച്ചാണ് വന്നത്. അതെ അതെ, അല്ലെങ്കിലും ഇവിടെ ഭയങ്കര ചൂടാ. ഇങ്ങോട്ട് തന്നേര്. ദിയ അവരുടെ കയ്യിലേക്ക് ആംറസ് ഉള്ള പാത്രം കൊടുത്തിട്ട് അവരുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അവള് വാതിലിന്റെ പുറകിൽ നിന്നുകൊണ്ട് ആരും അറിയാതെ അവരെ നോക്കുന്നു. 2 പേരും ആ ആംറസ് കുടിച്ച് ഉടൻ തന്നെ അവര് അവിടെ നിന്ന് വല്ലാത്ത രീതിയിൽ ഡാൻസ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ 2 പേരും ഒരു മാങ്ങയായിട്ട് മാറി. മഞ്ഞ നിറത്തില് നല്ല ദശയുള്ള കുഞ്ഞു മാങ്ങ. റിയ ഓടിപ്പോയി പിന്നെ മുറിക്കകത്തേക്ക് പോയി. എന്നിട്ട് ആ 2 മാങ്ങയെ എടുത്തിട്ട് അടുക്കളയിലേക്ക് തിരിച്ചു വന്നു. നൂത്തനും ചമ്പയും പെട്ടെന്ന് 2 കുഞ്ഞു മാങ്ങയായിട്ട് മാറി. വലിയ മാങ്ങ നൂത്തനും, ചെറിയ മാങ്ങ ചമ്പയും. മാങ്ങയുടെ പുറത്ത് അവരുടെ മുഖം കാണുന്നുണ്ട്. പക്ഷെ അവർ 2 പേരുടെയും ശബ്ദം ദിയയ്ക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. ഇതെന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത്? ഞങ്ങള് മാങ്ങ ആയിട്ട് എങ്ങനെ മാറി? ഇതെന്താ നീ ഞങ്ങളോട് ചെയ്തത്? എടിയ ദിയേ, ഞാൻ നിന്നെ ശരിയാക്കുന്നുണ്ട്. ഞാൻ എന്റെ പഴയ രൂപത്തിലേക്കൊന്ന് വരട്ടെ. നിങ്ങളുടെ ജീവൻ ബാക്കിയുണ്ടെങ്കിലല്ലേ നിങ്ങൾ പഴയ രൂപത്തിലേക്ക് പോകുന്നത്. ഇത് നല്ല ചൂടുകാലമല്ലേ, എല്ലാവർക്കും ആംറസ് കുടിക്കണമെന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾ 2 പേരെ എടുത്ത് ആരെങ്കിലും ആംറസ് ഉണ്ടാക്കിയാലോ? ദിയ 2 മാങ്ങായും എടുത്ത് അടുക്കളയുടെ ഒരു കോണിൽ മാറ്റി വെച്ചു. എന്നിട്ട് അവൾ അവളുടെ പണി തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അമ്മായിയമ്മ അടുക്കളയിൽ വന്ന് ആ 2 മാങ്ങ എടുത്ത് അടുക്കളയിൽ നിന്ന് പുറത്തു പോകാൻ ഭാവിച്ചപ്പോഴാണ് ദിയ പെട്ടെന്ന് അവരെ കണ്ടത്. അമ്മേ, നിങ്ങള് ആ മാങ്ങ എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നേ? അത് പുറത്തൊരു പശു നിൽക്കുന്നു, അതിന് കൊടുക്കാം. മാങ്ങ ഇവിടെ തന്നെ വെച്ചേര്. പശുവിന് കൊടുക്കാൻ പച്ചക്കറിയുടെ തൊലി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എങ്ങ് തന്നേര്. ഉച്ചയ്ക്ക് കുടുംബം മുഴുവനും ആഹാരം കഴിക്കാനിരുന്നു. പക്ഷെ മൂത്ത 2 മരുമകളെ കാണുന്നില്ല. 2 പേരും എവിടെ പോയെന്ന് അവരുടെ ഭർത്താക്കന്മാരെ ചോദിച്ചു. അറിഞ്ഞൂടല്ലോ ചേട്ടാ, അവര് എന്നോടൊന്നും പറഞ്ഞിട്ടല്ല പോയെ. പക്ഷെ ചിലപ്പം ചന്തയില് മാങ്ങ മേടിക്കാൻ പോയതായിരിക്കും. ഞാൻ ഉണ്ടാക്കിയ ആംറസ് കഴിച്ച് അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഇനിയും കഴിക്കാൻ അതുമാത്രം മതിയെന്നാണ് അവരെന്നോട് പറഞ്ഞത്.
എല്ലാവരും അവരുടെ ആഹാരം കഴിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോയി. 2 മാങ്ങായും അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഒച്ചയിടുന്നത് ദിയയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ദിയ, എടി ദിയ, ഞങ്ങളെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോവാ പ്ലീസ്. എന്റെ പൊന്ന് ദിയേ, നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം, മതിയോ? ഇനി മുതൽ വീട്ടിലെ പണിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളാം. ഞങ്ങളെ ശരിയാക്കിയാ മതി. ഞാൻ നിന്നോട് യാചിക്കുന്നു. അത് കൊള്ളാം, നിങ്ങളെ കൊണ്ട് ഇതുവരെ ആംറസ് ഉണ്ടാക്കി പോലും ഇല്ല. നിങ്ങൾ ഇപ്പോഴേ കരയാൻ തുടങ്ങിയോ? ഒന്ന് ആലോചിച്ചേ, നിങ്ങൾ 2 പേരെ മുറിച്ച് ഞാൻ ആംറസ് ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ എന്ത് അവസ്ഥയായിരിക്കും? നൂതനും ചമ്പയും മാറി മാറിയാണ് ദിയയോട് മാപ്പ് ചോദിച്ചത്. അവരുടെ അവസ്ഥ കണ്ടപ്പം ദിയയ്ക്കും കുറച്ച് സങ്കടം ഉണ്ടായി. അതുകൊണ്ട് പെട്ടെന്ന് 2 നുള്ളി ഉപ്പെടുത്ത് അവര് പുറത്തിട്ടു. എന്നിട്ട് അവരെ പഴയതുപോലാക്കി. 2 പേരും അടുക്കളയ്ക്കകത്തിന്ന് പുറത്തേക്ക് ഓടി. എന്നിട്ട് അവരോരെ ഭർത്താക്കന്മാരെ ചെന്ന് കണ്ടു. അവരിത് തന്നെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവർ ഓടിച്ചെന്ന് അവരോരെ ഭർത്താവിനോട് എന്നെ കുറിച്ച് പറയും. പക്ഷെ ഞാൻ അവരെ പോലെ വിഡ്ഢിയൊന്നുമല്ല. ഞാൻ ഉണ്ടാക്കുന്ന ആംറസിന് അത്ഭുതമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആദ്യം അവരോടാണ് അത്ഭുതം കാണിച്ചത്. ഇനി അവര് ഭർത്താവിനോട് കാണിക്കും. നൂതനും ചമ്പയും കൂടെ ചേർന്ന് കരഞ്ഞുകൊണ്ട് അവരോരെ ഭർത്താക്കന്മാരോട് മാങ്ങയായിട്ട് മാറിയ കഥ പറഞ്ഞു. അപ്പോഴാണ് ദിയ ആംറസുമായിട്ട് അവരെ അരികിലെത്തുന്നത്. ഇവളുണ്ടാക്കിയ ആംറസ് ആരും കഴിക്കരുത്. അതില് ദുർമന്ത്രവാദം കാണും. അതെ, അത് ശരിയാ. ചേച്ചി പറഞ്ഞത് സത്യമാ. അവളുണ്ടാക്കിയ ആംറസ് കഴിച്ചിട്ടാണ് ഞങ്ങള് മാങ്ങയായിട്ട് മാറിയേ. 2 പേരുടെയും ഭർത്താക്കന്മാര് അവരെ സൂക്ഷിച്ചു നോക്കി. അവർക്ക് തോന്നിയത് അവരുടെ ഭാര്യമാർക്ക് ഭ്രാന്ത് പിടിച്ചെന്നാണ്. 2 പേരും ദിയയുടെ കയ്യിൽ നിന്ന് ആംറസ് വാങ്ങി അത് കഴിച്ചു. വേണ്ട, നിങ്ങള് 2 പേരും മാങ്ങായിട്ട് മാറും. എന്റെ ദൈവമേ, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? 2 പേരെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൂതനും ചമ്പയും അവരുടെ കയ്യിലിരുന്ന ആംറസ് തട്ടിയെടുത്ത് സ്വയം കുടിച്ചു നോക്കി. അവരാ ആംറസ് കഴിച്ച ഉടൻ തന്നെ പഴയ കാര്യങ്ങളെല്ലാം അവര് മറന്നുപോയി. ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശരിയാ, ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലായിരുന്നല്ലോ ഇരുന്നത്. നൂതന്റെയും ചമ്പയുടെയും ഭർത്താവ് അവർ 2 പേരെയും വഴക്ക് പറഞ്ഞു. ഇവർ 2 പേർക്കും ഭ്രാന്ത് പിടിച്ചെന്നാണ് അവര് പറയുന്നത്. അതിനുശേഷം നൂതനും ചമ്പയും ഒരിക്കലും ദിയയും അവരുടെ അമ്മായിയമ്മയും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. ഇനി അവരെന്തെങ്കിലും ചെയ്താൽ തന്നെ ദിയ അവളുടെ ആംറസ് ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് കുടിപ്പിച്ച് മാങ്ങയാക്കി മാറ്റും. വീട്ടുകാരാണെങ്കിൽ അവര് പറയുന്നൊന്നും വിശ്വസിക്കാറുമില്ല. 2 പേർക്കും ഭ്രാന്ത് പിടിച്ചെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്.